ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻറ്റുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈ പോയിൻറ്റിൻ്റെ ആ റേഞ്ചാണ്. അതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ആ റെസിസ്റ്റൻ്റ് ഏരിയ തന്നെയാണ്. ആ ലെവൽ വരുന്നത് 18,263 253 ലെവലാണ്. മാർക്കറ്റ് ഈ ഒരു സോണിലാണ്, ഈ ഒരു സോണിൻ്റെ ഉള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നത് എങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ ട്രേഡ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സേഫായിട്ട് മാത്രം ഈ ഒരു റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കിയാൽ മതി. ഇനി മാർക്കറ്റ് ഈ ഒരു ഓപ്പണിംഗ് വന്നതിന് ശേഷം മാർക്കറ്റ് ബ്രേക്കൗട്ടാണ് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ 263 ലെവൽ, ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുമ്പോൾ കോൾ ഓപ്ഷനിലേക്ക് പോകാമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. 321 334 എന്ന സോണാണ്. ഫൈനൽ റെസിസ്റ്റൻ്റ് ഏരിയ 385 ലെവലും കൂടിയാണ്. ഓക്കെ, മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ, ഈ ഒരു റേഞ്ചിലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവോയ്ഡ് ചെയ്യുക. പകരം ഫാളാണ് വരുന്നതെങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ പോയിൻറ്റിലേക്കാണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്തത് ഇന്നത്തെ ഈ ഒരു സപ്പോർട്ട് സോണിലേക്കാണ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 161 150 ലെവലാണ്. ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അവോയ്ഡ് ചെയ്യണം എന്ന് പറയാനുള്ള പ്രധാന കാരണം ചിലപ്പോൾ ചെറിയൊരു ഫേക്ക് ഔട്ടോ അല്ലെങ്കിൽ ചെറിയൊരു റിവേഴ്സൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഫാൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ട്രെൻഡ് കൺഫേം ചെയ്തിട്ട് മാത്രം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് മാർക്കറ്റ് നാളെ ഒരു നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിലാണ് കിട്ടുന്നതെങ്കിൽ 150 ലെവലും കൂടി ബ്രേക്കൗട്ട് നടന്ന് ഫാൾ വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാം. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 101 അതുപോലെ 1886 ലെവലുകളാണ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ സപ്പോർട്ട് ഏരിയ 18.4 ലെവലുകൾ, 48 ലെവലുകളാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ലെവൽ ഇന്നത്തെ ഹൈ പോയിൻ്റ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരുന്നു, മാർക്കറ്റ് ഈ ഒരു സോണിലാണ് ഓപ്പൺ വരുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാം. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു ലെവലാണ് പറഞ്ഞിരുന്നത്. വളരെ ക്ലിയറായിട്ട് തന്നെ ആ ഒരു റേഞ്ച് വരെ എത്തിയിട്ട് മാർക്കറ്റ് ഫാളാണ് വന്നിട്ടുള്ളത്. എന്നിട്ടും വളരെ കൃത്യമായിട്ട് ഈ ഒരു ലെവലിൽ തന്നെ സപ്പോർട്ട് എടുക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നാളത്തേക്ക് ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കോൾ ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത് 480 ലെവലും കൂടി ബ്രേക്കൗട്ട് നടന്നാലാണ് ചെറിയൊരു ടാർഗറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് 557 608 ലെവൽ, ആ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 769 ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽ. ഇനി മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ ഒരു റേഞ്ചിൽ ഓപ്പണാണ് വരുന്നതെങ്കിൽ ഫാൾ വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു ലോ പോയിൻറ്റിലേക്ക് ടാർഗറ്റായിട്ട് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടാർഗറ്റ് തന്നെയാണ്. നാളെ ഒരു പ്രീമിയം മാൾട്ടിക്ക് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം വെഡ്നെസ്ഡേ ആണ്. വെഡ്നെസ്ഡേ അധികം സൈഡ് വേവ്സ് ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ഈ ഒരു സോണിൽ വെച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സേഫായിട്ട് മാത്രം ഈ ഒരു സോണിൽ വെച്ച് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ഇനി മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിലാണ് കിട്ടുന്നതെങ്കിൽ 202 ലെവൽ നല്ലൊരു ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രം പുട്ട് ഓപ്ഷനിലേക്ക് പോകാം. ഈ ഒരു സോണിൽ വെച്ച് തന്നെ ടാർഗറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കാം. പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു സോണിൽ വെച്ച് ഏതെങ്കിലും ഒരു ലെവലിൽ വെച്ച് റിവേഴ്സൽ ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇത്രയും ഓപ്പർച്യൂണിറ്റിയാണ് നാളത്തേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് HDFC ബാങ്കാണ്. HDFCയിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നില്ല, ചെറിയ ടാർഗറ്റ് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. 1646 ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 56, ഫൈനൽ ടാർഗറ്റ് 63 64 ലെവലാണ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യ ബാങ്കാണ്. ഇന്ത്യ ബാങ്ക് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിലും റെസിസ്റ്റൻ്റ് ഏരിയയിലും വെച്ചിട്ടാണ് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് നാളെ 1249 ലെവൽ ബ്രേക്കൗട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 59, ഫൈനൽ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 72 ലെവലാണ് ടാർഗറ്റായിട്ട് ഫൈനൽ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വെച്ച് ഓപ്പൺ ആയതിനു ശേഷം റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ കൺഫേം ചെയ്തിട്ട് മാത്രം ഈ ഒരു ലോ പോയിൻറ്റിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി സേഫായിട്ട് ട്രേഡ് ചെയ്യുന്നവർ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടന്നാൽ മാത്രം സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാം. ഈ ഒരു ലോ പോയിൻറ്റ്
ടാർഗറ്റായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഓപ്പർച്യൂണിറ്റിയാണ് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.